ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നൊരു സാധനം അൺബോക്സ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മളൊരു പോളോ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ സെൻറ്റി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് നമ്മൾ പോളോ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ഇരിക്കുന്ന എല്ലാ 4 വാഹനങ്ങളും സെൻറ്റി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. വീൽ ഫോഴ്സ് എന്ന് പറയുന്ന സെൻറ്റി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഐറ്റമാണ്. ഇതെല്ലാം 300 രൂപ ആ ഒരു റേഞ്ചിൽ വരുന്ന പ്രൊഡക്ട്സാണ് ഇത് മൊത്തം കാണുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 297 രൂപയാണ്. പലതിലും പല പല റേറ്റിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് അൺബോക്സ് ചെയ്യാം. പിന്നെ ചില സമയത്തല്ല ഫ്ലിപ്കാർട്ട് നല്ല പാക്കിംഗ് ആയിരിക്കും, ചില സമയത്തുള്ള ഓടെ പാക്കിംഗ് ആയിരിക്കും ഈ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്നത്. ചില സമയത്തുള്ള പാക്ക് കണ്ടിട്ടുണ്ട് നിങ്ങൾ, സാധനം മേടിച്ചിട്ട് അതിൻ്റെ ജസ്റ്റ് മേടിച്ച് ചുറ്റും ഒരു റാപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കളറൊക്കെ തന്നെ വന്നിരിക്കുന്നത്. ഓർഡർ ചെയ്ത കളർ തന്നെ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ആദ്യമായിട്ടാണ് ഓർഡർ ചെയ്ത കളർ. വൈറ്റ് കളറാണ്. ഇത് 3 കളറിലുണ്ട് ഈ ഒരു പോളോ എന്ന് പറയുന്നത്. യെല്ലോ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇട്ടിരിക്കുന്നത് വൈറ്റ് ആണ്. ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെ പ്രൈസ് കൊടുത്തിരിക്കുന്നത് 399 രൂപയാണ്. ഞാനിത് സിലിക്കോൺ എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ കയറി നോക്കിയപ്പോൾ 314 രൂപ ആ ഒരു റേറ്റിലാണ് ഞാൻ അന്നൊരു ദിവസം കണ്ടത്. ഈ അടുത്താണ് ഞാനത് കണ്ടത്. അപ്പോൾ അന്ന് അവിടെ നിന്ന് വാങ്ങിയില്ല, ഞാനപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ നോർത്തു. ഓൺലൈനിൽ 300 താഴെയാണ് വില വന്നിരിക്കുന്നത്. പല പല കമ്പനികളും പല പല റേറ്റിലിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെൻറ്റി എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ആരും തുറന്നിട്ട് എടുത്തിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. അല്ലെങ്കിൽ സാധാരണ നമുക്ക് എപ്പോഴും റിട്ടേൺ വന്ന സാധനങ്ങളായിരിക്കും കിട്ടുന്നത്. ആരെങ്കിലുമൊക്കെ വാങ്ങി റിട്ടേൺ കൊടുക്കുമല്ലോ, ആ സാധനം നമുക്ക് മിക്കപ്പോഴും കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ജസ്റ്റ് നല്ലതായിട്ടാണല്ലോ. അപ്പോൾ സംഭവം എനിക്ക് തോന്നുന്നത് ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഈ ഒരു പാക്കിങ് ശ്രദ്ധിച്ചാൽ, ഞാൻ അന്ന് കണ്ട പാക്കിങ്ങും ഈ ഒരു പാക്കിങ് വ്യത്യാസമുണ്ട്. ഞാൻ അന്ന് കടയിൽ കണ്ട പാക്കിംഗ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഈ ഒരു വണ്ടിയായിട്ട് സെറ്റായിട്ടിരിക്കുന്നത്. ഇത് വേറൊരു പാക്കിങ് പോലെ തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് മാറ്റി ഒട്ടിച്ചേക്കണേണോ എന്തുകൊണ്ടാ ഇവിടെ രണ്ടാമത് ഇത് പൊളിക്കുമ്പോഴുള്ളൊരു ചെറിയൊരു ടഫ്നെസ് ഒക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ പൊളിച്ചാലും ഈ ബാക്കിലെ സ്റ്റിക്കർ പോകുന്നതായിരിക്കും അല്ലേ. എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം. എ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഫ്രം സെൻറ്റി ടോയ്സ് വീൽ ഫോഴ്സ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീൽ ഫോഴ്സും സെൻറ്റിയും വേറെ വേറെ എന്ന് പറഞ്ഞിട്ട് വെച്ചു, രണ്ടൊന്നും തന്നെയാണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. വാടകയാണ്. അപ്പോൾ ഇതാണ് ഐറ്റം. ഞാൻ എൻ്റെ ക്ലോസ് ഷോട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇൻറ്റീരിയർ സൈഡ് വലിയ സുഖമൊന്നുമില്ല, പക്ഷേ പുറമേ കാണാൻ നല്ല ഏകദേശം ഓൾമോസ്റ്റ് ഒരു പോളോയൊക്കെ പോലെ തന്നെയുണ്ട്. നല്ല ഫിനിഷിങ്ങും അതുപോലെ തന്നെ നല്ല ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗ്ലാസിൻ്റെ അവിടെയൊക്കെ നല്ല സ്ക്രാച്ച് ഉണ്ട്, നല്ല പോളിഷൊക്കെ ഇട്ട് തുടക്കേണ്ടി വരും. പിന്നെ കളറൊക്കെ ഇച്ചിരി മങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു അംബാസഡറും ഇത് നോക്കിയേ, ഇത് അത്യാവശ്യം നല്ല വലുതാണ്. ഇത് അത്യാവശ്യം നല്ലൊരു വലിപ്പവും അതുപോലെ തന്നെ നല്ല കാണാനും കൊള്ളാം. ഇച്ചിരി വലുതായതുകൊണ്ട് നമുക്ക് കാണാനും കൈ പിടിക്കാനൊക്കെ ഡ്രസ്സുണ്ട്. സെൻറ്റി ടോയ് എന്ന് പറഞ്ഞ് അടിയിൽ ഇതിൻ്റെ ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, അവരുടെ പേരും അതുപോലെ കാര്യം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് സെൻറ്റി ഉണ്ട്, ഇതിനകത്ത് സെൻറ്റി ഉണ്ടോ, ഇതിനകത്ത് സെൻറ്റി ഉണ്ട്, മെയ്ഡ് ഇൻ ഇന്ത്യ. ഇതിൻ്റെ അകത്തും സെൻറ്റി ഉണ്ട്, ഇതിൻ്റെ അകത്തും സെൻറ്റി ഉണ്ട്. ഇത് 1:32. ഇതിനകത്ത് സ്കെയിൽ മോഡൽ കൊടുത്തില്ല. അപ്പോൾ നമുക്ക് അളന്ന് നോക്കാം. ഇതേ നമ്മളുടെ സ്കെയിലുണ്ട്, സ്കെയിലായിരുന്നു ഒന്നില്ലെങ്കിൽ നമ്മളുടെ സ്കെയിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇത് 14 സെൻറ്റിമീറ്റർ നീളമുണ്ട്. അതുപോലെ തന്നെ ഒരു 5 സെൻറ്റിമീറ്റർ അടുക്കി, 5 സെൻറ്റിമീറ്റർ ഇല്ലെങ്കിൽ 4 സെൻറ്റിമീറ്റർ വീതിയുണ്ട്. പക്ഷേ ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഞാൻ അന്ന് അവിടെ നിന്ന് വാങ്ങണമെന്ന് വിചാരിച്ചത് ഇതുവരെയുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കാറുകളിൽ പോളോ ഉള്ളവർക്ക് ആണെങ്കിൽ പോളോൻ്റെ കാറിൻ്റെ ഡാഷിൽ ഇത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. കാരണം ഇത് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇത് ഞാൻ പറയേ, നമ്മൾ ഈ വാങ്ങിയിരിക്കുന്ന പ്രൊഡക്ട്സിൽ വെച്ചിട്ട് അത്യാവശ്യം വലിയൊരു പ്രൊഡക്റ്റാണിത്. വലിയൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ ഇതാണ്ട് സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയർ സൈഡ് വെച്ചിട്ട് മോശമൊക്കെയാണ്. വെച്ച് പോളോൻ്റെ യാതൊരു ബന്ധവുമില്ലാത്ത ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത്. സൺറൂഫുള്ള പോളോ വേണ്ട. അപ്പോൾ GTI എന്നല്ല, അതിന് GTIയിൽ സൺറൂഫുള്ള മോഡലായിട്ട് GTI വരില്ലേ, ഡബിൾ ഡോറ് 4 ഡോറുണ്ട്. GTIക്ക് 2 ഡോറല്ലേ ഉള്ളൂ, 3 ഡോറ് സോറി. പോളോ 6 എന്ന് പറഞ്ഞാൽ ഇതിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. മോശമെന്ന് പറയാനില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു മാർക്കർ എടുത്ത് ഇതിൻ്റെ സൈഡൊക്കെ ഗ്ലാസ് എല്ലാം ബ്ലാക്ക് ആക്കാം. അപ്പോൾ ഒന്നും കൂടെ ലുക്കായിരിക്കും. അപ്പോൾ വണ്ടി കാണാനൊക്കെ ഉള്ള നല്ല രസമുള്ള അലോയ്സൊക്കെയാണ് നൽകിയിരിക്കുന്നത്. ഞാൻ ഈ വാങ്ങിയിരിക്കുന്നത് സെൻറ്റി എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്നും നമ്മൾ കുറച്ച് ടോയ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ടോയ്സുകളാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ടോയ്സുകൾ ഇപ്പോൾ 5 എണ്ണം ഉണ്ട് നമ്മുടെ കയ്യിൽ. സെൻറ്റി എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്നും വാങ്ങിയ 5 ടോയ്സ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ ഒരു പത്മിനിയാണ്. പത്മിനി ഇഷ്ടപ്പെടാൻ കാരണം വെച്ചാൽ ഈ പത്മിനിയിൽ അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ആണ്.
അത് ഇൻറ്റീരിയർ ആയിക്കോട്ടെ എക്സ്റ്റീരിയർ ആയിക്കോട്ടെ. ഈ വണ്ടിയുടെ ആ ഒരു മിറേഴ്സും ടയേഴ്സും അതുപോലെ തന്നെ മേലിൽ ഈ ഒരു കേരിയർ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്, കളറും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് ഈ ഒരു പറ്റ്മിനിയിൽ അത്യാവശ്യം നല്ല രീതിക്കാണ് ഈ ഒരു ബ്രാൻഡ് നമുക്ക് തരുന്നത്. ബട്ട് ബാക്കി ഇതൊക്കെയെന്ന് വെച്ചാൽ ഒരു ബന്ധമില്ലാത്ത ടൈപ്പിലാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏകദേശം ആ ഒരു മോഡലായിട്ട് സാമ്യം ഉണ്ടെങ്കിൽ പോലും കുറേ കാര്യങ്ങളിലൊന്നും അത്ര പെർഫെക്ഷൻ ഇല്ല. പക്ഷേ നിങ്ങൾ സെൻറ്റി എന്ന് പറയുന്ന ബ്രാൻഡിൽ എനിക്ക് വാങ്ങിയതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരൊറ്റ പ്രോഡക്റ്റാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. ഡോറൊന്നും തുറക്കാൻ പറ്റില്ല കേട്ടോ, ഡോറൊക്കെ തുറക്കാൻ പറ്റില്ല, ഡോറൊക്കെ ലോക്കാണ്. ഡോറ് തുറക്കണമെങ്കിൽ നമ്മൾ ചില്ലടിച്ച് പൊടിക്കേണ്ടി വരും. ഇതിൻ്റെ പുറമെ നല്ല രസമുണ്ട്, പക്ഷേ ഇതിൻ്റെ അകത്തും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും ക്ലോസ് ഷോട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയ വിലയെന്ന് പറയുന്നത് 270 സംതിങ് ആണ് എനിക്ക് കിട്ടിയത്. ശരിക്കും ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 297 രൂപയാണ്. എനിക്ക് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ഈ സൂപ്പർ കോയിൻ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട്, അതുവഴി എനിക്ക് കുറച്ച് കോയിൻസ് ഉണ്ടായിരുന്നു. ഒരു 18 രൂപ അടുക്കുക ആ ഒരു കോയിൻസിൽ നിന്നും റേറ്റ് കുറച്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഡെലിവറി ചാർജ് അടക്കം നമുക്ക് 300 രൂപക്ക് താഴെ വരുന്നത്, ഡെലിവറി ഫ്രീ ആണ്. മൊത്തം 270 സംതിങ് എന്തോ റുപ്പീസാണ് എനിക്കിതിന് ആയത്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി. കളേഴ്സും അത്യാവശ്യം നല്ലൊരു കളറാണ് ഇതിന് നൽകിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ജിപ്സിക്ക് ഞാൻ അത്യാവശ്യം 300 രൂപക്ക് മുകളിൽ കൊടുത്താണ് വാങ്ങിയത്. ജിപ്സിയും കുഴപ്പമൊന്നുമില്ല, ജിപ്സി പുറമേയൊക്കെ നല്ല രസമുണ്ട് മോഡിഫൈഡ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്തു കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ വണ്ടികൾ, വെറൈറ്റീസ് ഓഫ് വണ്ടികൾ ഇനി നെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറ, നമുക്ക് അത് അടുത്ത വീഡിയോയിൽ കൊണ്ടുവരാനാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്ലോസ് ഷോട്ട് എന്ന് പറയുന്നത്. ആ ഒരു ക്ലോസ് ലുക്ക് നോക്കി, നല്ല രസമില്ലേ? സൈഡ് കാണാനും അതുപോലെ തന്നെ ബാക്ക് കാണാനൊക്കെ നല്ല രസമുണ്ട്. ബാക്ക് അത്യാവശ്യം നല്ല തെറ്റിലാണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ആ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡിൽ നിന്നുള്ള വ്യൂ അത്യാവശ്യം നല്ലതാണ്. നിങ്ങൾക്കിത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഷോ പീസായിട്ടുള്ളൊരു ടോയ് ആയിട്ട് എനിക്ക് തോന്നി. നമുക്കിത് കാറുകളിലൊക്കെ വെക്കാൻ നല്ല രസമായിരിക്കും. ഇതിൻ്റെ വൈറ്റ് കളർ അത്യാവശ്യം നല്ലതാണ്. ഈ സൈഡിൽ ഗ്രാഫിക്സ് ഒക്കെ വന്നിരിക്കുന്നതും സ്റ്റിക്കറിങ് നല്ല രീതിക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് വൈസ് നല്ല ഭംഗിയുണ്ട് കാണാൻ. മേളിലൊരു സൺറൂഫ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഇൻറ്റീരിയറിൻ്റെ കാര്യമാണ്. ഇൻറ്റീരിയർ അത്യാവശ്യം വലിയ സുഖമൊന്നുമില്ല, ഉണ്ടാവും. ഇൻറ്റീരിയറൊന്നും വലിയ സുഖമൊന്നുമില്ലാത്തൊരു ഇൻറ്റീരിയറാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ 200 സംതിങ് റുപ്പീസ് നമുക്ക് അത്യാവശ്യം തെറ്റില്ലാത്തൊരു പ്രൊഡക്റ്റാണ്. നമുക്ക് അലോയ്സൊക്കെ തന്നെ നല്ല ഭംഗിയുള്ള അലോയ്സാണ്. അടിയിലാണ് ഈ ഒരു കമ്പനിയുടെ നെയിമൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ നെക്സ്റ്റ് ഈ ഒരു പറ്റ്മിനിയുടെ കാര്യം പറയാം. ഈ പറ്റ്മിനിയുടെ കാര്യത്തിൽ പറ്റ്മിനിയുടെ അകം കണ്ട, നിങ്ങൾ ഈ ഒരു പറ്റ്മിനിയുടെ അകം നോക്കിയേ. ഞാനീ തുറന്ന് കാണിച്ചു തരാം. അകത്ത് കണ്ടോ, അകത്ത് ആ സ്റ്റിയറിങ്ങും അതുപോലെ തന്നെ ഇൻറ്റീരിയറൊക്കെ ഏകദേശം സാമ്യമായിട്ടാണ് ഇവർ നൽകിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് ഈ ഒരു വണ്ടി ഇവർ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലാണ് ഈ ഒരു കാറ് നമുക്ക് കിട്ടുന്നത്. ഇനി നേരെ മറിച്ച് ജിപ്സിയുടെ വിട്ടെ ഈ ഒരു അംബാസഡറിന് വിലയും കുറവാണ്. 200 രൂപയ്ക്ക് താഴെ ഇതിൻ്റെ വിലയുള്ളൂ. ബട്ട് ഇതിൻ്റെ പുറമേക്ക് വലിയ കുഴപ്പമില്ലെങ്കിൽ പോലും ഇൻറ്റീരിയറൊന്നും അത്യാവശ്യം പോരാ. എന്താ എന്തോ കാണിച്ചു വെച്ചാലുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രോഡക്റ്റ്സൊക്കെ നമുക്ക് കിട്ടും. പിന്നെ നമ്മളിത് വലിയ വില കൊടുത്ത് വാങ്ങുന്നതും അല്ലാന്ന് ഒന്നും കൂടെ പറഞ്ഞേക്കാം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എനിക്കിത് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് ഓഫ് വീഡിയോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.